കൊടിയ കുംഭകോണമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റൻ. തീർച്ചയായിട്ടും കൊടിയ കുംഭകോണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഈ പറയുന്നത് അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞതെന്നറിയോ? ഇത് കൊടിമരം എന്താണ് പിന്നെ തീ കൂട്ടി കത്തിച്ച് കളയണം എന്നുള്ളതാണ്. അല്ല, വാജിവാഹനം ഉരുക്കി എന്ത് കൊടുക്കണം? തന്ത്രിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് ആചാര്യന് കൊടുക്കണം. പക്ഷെ എന്താണെന്നറിയോ, ഈ ഊരായ്മ അവകാശം ഈ പന്തളം കൊട്ടാരത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാർക്കാ? ഈ പറഞ്ഞ ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്താണ് ഈ ഊരായ്മ അവകാശ പ്രകാരമാണ് ഈ പന്തളം കൊട്ടാരത്തിനാണ് കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഊരായ്മ അവകാശം ആർക്കാണ്? ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ ഇത് ഉരുക്കി ദേവസ്വം ബോർഡിനാണ്. ഇതുപോലെ കമ്മീഷന്റെ ഉത്തരവ് അതാണ് പറയുന്നത്. 2012 തന്നെ ഉത്തരവുണ്ട്. ഇതുപോലും അറിയാത്ത ആൾക്കാരാണ് ആ സംവിധാനത്തിൽ. ഇത് അറിയാഞ്ഞിട്ടല്ല എന്ന്, ഇതൊക്കെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അറിയാം. എന്താണ് ഇതിനൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു പ്രശ്നം എന്താ പറയുക, ശബരിമലയിൽ തന്ത്രീനെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഈ വാർത്ത വന്നതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ച എല്ലാവരും ഈ അടക്കം പറയായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അടക്കം പറയുന്നുള്ളൂ. നമ്മളാണ് തുടങ്ങി വെച്ചത്. കാരണം തന്ത്രീനെ കുറിച്ച് അടക്കം പറയാം. തന്ത്രീനെ കുറിച്ച് പറഞ്ഞാൽ എന്തോ ഒരു ഹിന്ദു മതത്തിന് എതിരാണെന്നും അല്ലെങ്കിൽ എന്താണ് ഈ ശബരിമലയ്ക്ക് എതിരാണെന്നും എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഈ പൊതുബോധത്തിൻ്റെ ബലത്തിലാണ് ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർമാരും ഹൈക്കോടതി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷനും ഒക്കെ പ്രവർത്തിക്കുന്നത് തന്ത്രി പറയുന്നത് കേട്ടിട്ടാണ്. അപ്പം തന്ത്രി പറയുന്നത് കേൾക്കുന്നത് പിന്നെ അത് അന്ന് ഇപ്പോൾ ഒരാൾ മാത്രമേ തന്ത്രി കേട്ടുള്ളൂ. ഒരാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാരെന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്ത്രി കേട്ടു, ബാക്കി എല്ലാവരും തന്ത്രി പറയുന്നത് ബാക്കി എല്ലാവരും കേട്ടു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പറയും എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്താണ് ദേവപ്രശ്നം വെക്കുന്നു, അത് കിട്ടാനുള്ള വഴി ഉണ്ടാക്കുന്നു. അതാണ് നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 18ാം പടിയിൽ എന്താണ് പറയുന്നത്? 18ാം പടിയിൽ എന്താണ് 18ാം പടി കയറുമ്പോൾ കാല് തട്ടി മുറിഞ്ഞ് രക്തം വീഴുന്നതുകൊണ്ട് അതിന് ശുദ്ധീകരണ പ്രക്രിയ നടത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണു? അവസാനം മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഈ പറഞ്ഞ പഞ്ചലോക വിഗ്രഹമൊക്കെ പഞ്ചലോകത്തിൽ ചെയ്ത സ്റ്റെപ്പും അതിനോട് സൈഡ് പാളികളും ഒക്കെ എടുത്ത് മാറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഇതിന് ഇവർ തന്നെ തീരുമാനിക്കുന്നു, ഇവർ തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് ആരാ ചോദിക്കുക? ഇതിനാരും ചോദിക്കാൻ പാടില്ല. അപ്പം ഈ നേരത്തെ ഇപ്പോഴാണ് ഈ അനുജ്ഞയൊക്കെ വന്നത് കേട്ടോ. ഇപ്പം അനുജ്ഞ എന്തൊക്കെ ചോദ്യമായിരുന്നു 2 ആഴ്ച മുന്നേ. ആ അനുജ്ഞ വാങ്ങിയിട്ടുണ്ടോ? ഈ അനുജ്ഞ വാങ്ങിയിട്ടുണ്ടോ? അനുജ്ഞ വാങ്ങാതെയാണോ പിന്നെന്താണ് തന്ത്രി അയ്യപ്പനോട് നേരിട്ട് അനുജ്ഞ വാങ്ങിയാൽ മതി, ആർക്ക് കൊടുക്കണ്ട? ഈ ദേവസ്വം ബോർഡിന് കൊടുക്കണ്ട? എന്തൊക്കെയാണ് ഈ 2015, 16, 11, 12 കാലങ്ങളിലേക്ക് വന്നപ്പോണ്ടല്ലോ ഒരു അനുജ്ഞയും വേണ്ട, ഒരു കഥയും വേണ്ട, ഒരു ചോദ്യം വേണ്ട. എന്താ ചോദിക്കുന്നതിനും പറയുന്നതിനും കാരണം എന്താ? കാരണം അത് UDFിൻ്റെ കാലത്തായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളിപ്പോൾ പറയുന്നത് അറിയോ? ഇത് വലിയ കൊള്ളയാണ്, ഈ കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഴയതിന് എടുത്തുകൊണ്ടിരുന്നത്. പഴയതാണേ വലിയ കൊള്ള, അതിൻ്റെ ഒരു വാലാണ് ഈ പുതിയ കൊള്ള. നേരത്തെ സുനിൽ പറഞ്ഞതാണ്. ഇപ്പോഴുള്ളതല്ല കൊള്ള. 2011 ഇതിന് മുൻപുണ്ട് കേട്ടോ. 98 കാലം തുടങ്ങി ഇത് ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഈ വാജിവാഹനം ചെറുതായിരിക്കും. നോക്കിക്കോ, ഇത് അന്വേഷിച്ച് വന്നാൽ ഈ വാജിവാഹനം ചെറിയ കൊള്ളയായിരിക്കും, അതിന് വലിയ കൊള്ളേൻ്റെ ഭാഗമായിരിക്കും ഈ വാജിവാഹനം അടക്കമുള്ള സംവിധാനം. കാരണം എത്ര നമ്മൾ പണ്ടെന്ന് കേട്ടില്ലോ, ആന്ധ്രയിൽ നിന്ന് പിന്നെ ആൾക്കാർ വരും, കന്നഡിയന്മാർ വരും, തമിഴ്നാട്ടിൽ തമിഴന്മാരും, ഇവരൊക്കെ ദേവനെ കൊടുക്കാൻ വേണ്ടി എന്താണ് സ്വർണവും പണവും ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് നോക്കാതെ കൊടുത്തിട്ട് പോവുകയാണ്. അതാണ് പറഞ്ഞത്, 3.5 കോടി രൂപ ഒരു കമ്പനി കൊടുക്കുന്നു അക്കൗണ്ടിൽ കൂടെ. മനസ്സിലായോ? എന്നിട്ട് ഈ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് മുഴുവൻ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു അയ്യപ്പ വിശ്വാസിയെ ഒരാളുടെ അടുത്ത് എന്നിട്ട് പറയാം, എനിക്ക് ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണക്കാരൻ്റെ അടുത്ത് എന്ന് പറയാം, നല്ല അയ്യപ്പ വിശ്വാസിയാണ്. നിങ്ങൾ ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയി നോക്കിക്കേ, ഓരോ വീടുകളിലും അയ്യപ്പനെ വെച്ച് പൂജാമുറി എന്ന് പറയുന്നത് ഈ MDൻ്റെ റൂമിനോട് ചേർന്ന് തുറന്നു വെച്ചിരിക്കുന്നതാണ് പൂജാമുറി. മനസ്സിലായി? അതിനകത്ത് അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ട് 3 നേരം ആരാധിക്കുന്ന ആൾക്കാരോട് ചെന്നിട്ട് പറയുകയാണ്, ഈ അയ്യപ്പൻ്റെ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തരണം. അവർ എടുത്തു കൊടുക്കുന്നത് ലക്ഷങ്ങളായിരിക്കും, ചിലപ്പോൾ കോടികളായിരിക്കും. ഇതൊന്നും കണക്കില്ല. ഈ പറഞ്ഞ ഫിനിക്സ് കമ്പനി ഫോണിക്സ് കമ്പനി മാത്രമാണ് 3.5 കോടി രൂപ കൊടുത്ത്, അതിൽ 18 ലക്ഷം രൂപ ബാക്കി വന്നു കേട്ടോ. മറ്റേന് കണക്കുമില്ല. അത് ഏത് കാലത്ത്? ഇതൊക്കെ നടക്കുന്നത് UDFിൻ്റെ കാലത്താണ്. ഇതൊക്കെ നടന്നത് UDFിൻ്റെ കാലത്താണ്. ഇത് നടക്കുമ്പോൾ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനുമാണ് കണ്ണും കൊണ്ട് കാണിച്ചു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഉത്തരവ് 2012 ഇരിക്കുകയാണ്, ഒരു സാധനം കൊടുക്കാൻ പാടില്ല. പക്ഷെ അപ്പം പറയുന്നത് എന്താ? കണ്ണും കൊണ്ട് കാണിച്ചു, തന്ത്രിക്ക് കൊടുത്തോളാം. തന്ത്രിക്ക് കൊടുത്തു വിട്ടു. ഈ അഷ്ടദിക്പാലർ എവിടെ? അറിയത്തില്ല. കൊടിമരന്മാരെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന പറ എവിടെ? അറിയത്തില്ല. അത് അവിടെയുണ്ടോ? അറിയില്ല. അതൊക്കെ ചിലപ്പോഴാണ് പറയട്ടോ. അത് ഇവർക്കൊന്നും ധാരണയില്ല. ഇവരായിരുന്നല്ലോ പ്രസിഡൻറ്റും മെമ്പർമാരൊക്കെ, ഇവർക്കൊന്നും ധാരണയില്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഉരുക്കി പിന്നെ RBIയിൽ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉരുക്കി RBIയിൽ വെച്ചേക്കെന്ന് പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് അറിയോ, നേരത്തെ
സുനിൽ പറഞ്ഞ പോലെ പിടിച്ചതിനേക്കാളും വലുതായിരിക്കും മാളത്തിലുണ്ടാവുക. പിടിക്കാൻ വേണ്ടി പോയിട്ടേ ഉള്ളൂ, അതിനകത്ത് ചെല്ലുകളായിരിക്കും വലുതുണ്ടാവാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ പിന്നെ തന്ത്രി ശരിക്കും പറഞ്ഞാൽ തന്ത്രീനെ ഇവരൊന്നും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് മാത്രം ഫിസിക്കൽ പെട്ടെന്ന് മനസ്സിലായ സാധനമാണല്ലോ എന്ത് ഈ പറഞ്ഞ വാജിവാഹനം. ഡയറക്റ്റ് വാജിവാഹനം എന്തിയെ? വാജിവാഹനം എൻ്റെ വീട്ടിലുണ്ട്. വാജിവാഹനം കൊണ്ടുപോകാൻ പാടുമോ? കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ വേണമെങ്കിൽ തിരിച്ചു തരാം, അത് നിയമത്തിനെതിരല്ലേ? നിയമത്തിനെതിരാ, എന്നാൽ കയറിക്കോ വണ്ടിയിൽ നിന്നുള്ളത് അത്രയ്ക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പം എന്താണ്? ഇനിയിപ്പം 18-ാം പടി, കൊടിമരം, ഈ പറഞ്ഞ പറ, ഈ അഷ്ടദിക്പാലര്, ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇനി ഇങ്ങോട്ട് വരും. എങ്ങോട്ട്? പിന്നെ കൊപ്ര വിൽപ്പന, പിന്നെ നമ്മുടെ ശർക്കര വാങ്ങൽ, നെയ്യ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ തേങ്ങയ്ക്കകത്തുള്ള നെയ്യ് വേർതിരിക്കുന്നത്, ഇതിനിടയിൽ നെയ്യ് തട്ടിപ്പാടുന്നു. ഇത് എത്ര സംവിധാനം അന്വേഷണത്തിന്റെ ഇടയിൽ നെയ്യ് കേട്ടില്ലേ? 12 കോടിക്ക് വിൽക്കാൻ വെച്ച 13 കോടിക്ക് വിൽക്കാൻ വെച്ച കൊപ്ര 9 കോടിക്ക് കൊടുക്കുകയാണ്. ചോദിക്കാനുമില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. അത് നമ്മുടെ ആളാണ്, കൊടുത്തോളാൻ പറഞ്ഞാൽ അതിനു വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കുകയാണ്. ഞാനതാണ് പരിപൂർണ്ണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് ക്ലാരിറ്റിയോട് കൂടി ഇതിനെല്ലാം ക്ലാരിറ്റി 75 നിങ്ങൾ ആ 75 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിനകത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പറയണം. 75 എണ്ണവും നടപ്പിലാക്കേണ്ടതാണ്. 75 തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് കോൺഗ്രസ്, CPM, BJP മാറ്റി നിർത്തിക്കോട്ടോ. ഇതിനകത്ത് അത് അങ്ങനെയല്ല അതിനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. അത് കോൺഗ്രസ് കാണിച്ച ഭൂലോക മണ്ഡലത്തിൽ എന്ന് വിചാരിച്ചാൽ മതി. ഏത് അയ്യപ്പനെ കയറ്റിയ പോറ്റിയെ കയറ്റിയ എന്നൊക്കെ പാട്ടുണ്ടാക്കി ഇത് രാഷ്ട്രീയവൽക്കരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംഘം നടത്തിയ വലിയ ഗൂഢാലോചനയാണ്. ഇത് ഒറ്റക്കെട്ടായി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരല്ലേ വേണ്ടത്. അതിന് പകരം ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2021 അന്നേരം LDFൻ്റെ പിന്നെന്താണ് LDFൻ്റെ ഗവൺമെൻറ്റല്ലേ ഭരിക്കുന്നത്, അവരുടെ ഭരണസമിതിയല്ലേ. ഇത് 2016 അല്ലെങ്കിൽ 17 ഇത് UDFൻ്റെ ഭരണസമിതിയല്ലേ. ഇതങ്ങനെയാണോ പറയേണ്ടത്? ഇതെന്താണ്? അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വലിയ മാഫിയ ഇറങ്ങി തിരിച്ചിരുന്നു. ഈ മാഫിയൻ്റെ തലവനായിട്ട് തന്ത്രി ഇരിക്കുകയാണ്. അതിനെ വലിയ അന്വേഷണം നടത്തി ഇതിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയേണ്ടതല്ലേ? ആ സമയം അതിക്രമിച്ചിട്ടില്ലേ? Meet the editors.